തോറ്റാല് തോറ്റെന്ന് അംഗീകരിക്കുക. ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അതൊക്കെ പറയേണ്ട കാര്യം. നിങ്ങളൊരു കാര്യം അയച്ച സഹാക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, സിദ്ധാർത്ഥന്റെ കൊലപാതകം, വിമർശനങ്ങളുള്ള അശ്രദ്ധ, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് തോൽക്കാൻ. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി 5 ദിവസം കുടുംബം PK ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം, രാജഗോപാലൊക്കെ ഒന്ന് പറയണം. ഇതാണ് പഠിക്കേണ്ടത്. വെറുതെ പറഞ്ഞിട്ട് വോട്ടിന്റെ കണക്ക്. ഞാൻ ചോദിക്കട്ടെ, 75 കൊല്ലം ഭരിച്ച കോൺഗ്രസ് അവരങ്ങനെ ഒന്നായിട്ട് പോയി തോറ്റുപോയി. 50 സീറ്റ് പോയി. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു. ഇങ്ങളെ പറഞ്ഞു ഇടതിന്റെങ്കിലേ ഇന്ത്യ ഉള്ളൂ. സാറിന്റെ നാട്ടിലെ 2-3 സഖാക്കൾ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഇന്ത്യയൊക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. എന്ത് വെച്ച് ഞങ്ങളുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാവുള്ളൂ, പോയി കാണട്ടെയാണ്. മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യമായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകട്ടെ. കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ എവിടെ ഉണ്ടാകാനാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ, നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള്, നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര? തോറ്റിട്ട് 15 കൊല്ലമായിട്ട് 1 സീറ്റ് അസംബ്ലിക്ക്, 1 സീറ്റ് ലോക്സഭയ്ക്കുള്ള. എന്താ നിങ്ങൾ CPM നിങ്ങൾ മനസ്സിലാക്കി? ആ CPIന്റെ ബുദ്ധികൾക്കില്ലല്ലോ. കിണ്ട മുട്ടല്ലേ പിണറായിക്ക്? ഇങ്ങനെ കിണ്ട മുട്ടല്ലേ? എന്തെങ്കിലും പറയണോ? മുഖസ്തുതി അല്ലാതെ നിങ്ങൾ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? നവകേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങൊക്കെ ഒറ്റ സീറ്റ്. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് 20,000 വോട്ട് ചെയ്യിച്ചില്ല, ബാക്കിയൊക്കെ അവിടെ പോയില്ലേ? അതാണ് നവകേരള സദസ്. അത് ശരിയാണ്. ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും. എന്തിനാണോ? ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും. അല്ല എന്തെങ്കിലും പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എനിക്ക് ചോദിക്കട്ടെ CPMമാരോട്, നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര്? എൻ്റെ യുവ സുഹൃത്ത്. നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് വിചാരിച്ചു ഇയാൾ പാകിസ്ഥാനിലാണ് വന്നതെന്ന് ചോദിച്ച് നാടല്ലാത്ത ഉടുപ്പില്ലാത്ത വർഗം ഉടുപ്പിനകത്ത് മലയാളത്തിൽ ഉടുപ്പിനൊന്നുമില്ല സർ. ഉടുപ്പറ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച ഭാഷയല്ലേ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെന്തിനാ ഞങ്ങളെ പാർട്ടിന്ന് ആരെങ്കിലും പോകുമ്പോ ഇങ്ങളെന്തിനാ ഈ ബോധ്യപാഠം വിറ്റ് പോട്? ഇങ്ങളൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും കോലിയന്മാര് അണ്ട് മുസ്ലിയാർമാര് ആരെങ്കിലും പോയപ്പോ ഓനെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ? ഇല്ല മോദിയന്മാരെ പോയി തക്കുക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? പൗരത്വത്തിന് പോയി മൂപ്പിന് പള്ളിക്കാ കത്തി പറ്റിയ അവിടെ പോയിക്കാണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല. എന്ത് അത് കേന്ദ്രം നടപ്പാക്കട്ടെ? നിങ്ങൾക്ക് എന്താ കഴിയാ? വെറുതെ ഞാനിങ്ങനെ പള്ളിക്കല കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിന്റെ വക്താക്കളായി പ്രസംഗം ഒരൊറ്റ വോട്ടിട്ടോ പൊന്നാരി നിങ്ങളത് കൊണ്ടേ നിർത്തിയാലോ? എന്താ ഉണ്ടായത്? എന്നിട്ടോ നമ്മളെ നിങ്ങൾ കണ്ണൂർക്കാരത് മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലാ CPMന്റെ സെക്രട്ടറി ബഹുമാനായ MP ജയരാജൻ നമ്മുടെ സുഹൃത്താണ്. പക്ഷെ എന്താ ചെയ്യാ? ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണോ മുക്കം, അവിടെ പോയിട്ട് ഒരു മൂല്യരെ കാണാനേ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിന് നന്ദി പറയാന് റൂട്ട് തെറ്റി ആ ലീഗാരനോടെ ചോദിച്ച് നമ്മളാൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി. എന്തിനാ നിങ്ങൾ ഇതൊക്കെ പോണ്? നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ്? ഈ മോനെമാരെ പിന്നെ നിങ്ങൾ നടക്കണം. എന്നാലും ഞങ്ങൾ സാധാരണ ഞങ്ങളെ കൗമിനൊക്കെ അറിയാം. നിങ്ങളെ ഈ ഏർപ്പത്താരം നിങ്ങൾ എവിടെയാ പോകാത്ത? പിന്നെ ഇളവരം കരീം സ്ഥാനാർത്ഥി കരീം മുസ്ലിം കരീം വേറെ പണിയൊന്നും ഇളവരം കരീമിനാണ് പോരെ. എന്തിനാ പോയത്? തോറ്റത്ത് ഒന്ന് പറയണം. അവിടെ എല്ലാവരും ബന്ധങ്ങൾ മനുഷ്യരല്ല നിങ്ങള്, ഒന്നിനെ നമ്മൾ തമ്പുരാനല്ല നിങ്ങള്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ പോയിട്ട് കരീം ഇത് വെച്ച് പോയിട്ട് ഇളപുരം കരീം വേറെ പണി ഇങ്ങോട്ടാണ് നിങ്ങൾ പാർട്ടി എന്ന് പറയുന്നത്. എവിടെ നിങ്ങൾ നന്നാകുക? നിങ്ങൾ നന്നാകണം. കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, 100 സീറ്റ് കിട്ടി 52. നിങ്ങൾക്ക് 52 ആൾക്കാർ ഇടതുപക്ഷത്തിന് പാർലമെന്റ് ഉണ്ടായില്ലേ? ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ചത് എവിടെയാ? ഇവിടെ നമ്മൾ തമ്മിൽ ഫൈറ്റാ. ഇവിടെ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിരാളികളാണ്. നിങ്ങൾ മെലിഡിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യത്തില്ല. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണുക തകരാറ് വെച്ചാൽ ഒരു പക്വതയില്ല. ഇതൊക്കെ മാതിരി പക്വത നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് ഉണ്ടാകണം. നിങ്ങളെ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല, വെറുതെ കയറി കാണിക്കുക. ഒരു കമ്മിറ്റി CPMന്റെ കമ്മിറ്റി ഒക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ 72 മണിക്കൂർ
ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ എന്താ ഇല്ലത് ചോദിച്ചത്? അത് ഗോവിന്ദ ഭാഷ റിപ്പോർട്ട് ചെയ്യും, CM ഒന്ന് റിപ്പോർട്ട് ചെയ്യും, യെസ് തലക്കുരിക്കാട് പോരും, 2 ദിവസം മീറ്റിംഗ് ആണ്, പിറ്റേത് പത്രത്തിൽ വൈകുന്നേരം 4 മണിക്ക് പിരിഞ്ഞു. അപ്പൊ ചർച്ചല്ല. നിങ്ങൾ റിയാലിറ്റിക്ക് വരണം. ഇങ്ങനെ പരാജയപ്പെട്ടില്ല നമുക്ക് സങ്കടമുണ്ട്. കുറച്ച് അത്യാവശ്യം ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. പൗതികൾ മോശ, അതിന് നിങ്ങൾക്കില്ല തകരാറ്. പിന്നെ കാലിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ ആ SFIനെ ഒന്ന് തലക്കൃതം നിങ്ങൾക്ക് പരാജയം. ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ? നിങ്ങളതിനെ എല്ലാ ക്രിമിനലുകളും താകരുത്. പിന്നെ നിങ്ങളെ പാർട്ടിക്കൽ തകരാറ്. നമ്മുടെ മന്ത്രിമാരുടെ അടുത്ത് ഒരു പരിപാടിക്ക് വിളിച്ച അപ്പൊ പറയും DC-നോട് ചോദിച്ചാട്ടെ, ഡിസ്ട്രിക്ട് കമ്മിറ്റി, പിന്നെ പറയും LC-നോട് ചോദിച്ചാട്ടെ, പിന്നെ ബ്രാഞ്ചിൽ നിങ്ങളെ സ്വകാര്യ സമ്മാനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി, LC. ഒരു ജനാധിപത്യല്ലേ? എല്ലാം ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ. ഓരോ ജനങ്ങളായിട്ട് വന്നിട്ടോ ഈ MLA-മാരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ കേൾക്കട്ടെ. നമ്മൾ MLA-മാരോട് എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിമാരോട് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടെ. എന്തൊരു കഥയാണ്. കാലം മാറിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി. പാർട്ടി വേണം, പക്ഷെ അവനാണ് പാടുന്ന അധികാരം അന്തസ്സൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല. അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെ ജയിച്ചു പോരുന്നത്. അതൊക്കെ മനസ്സിലാക്കട്ടെ. അല്ല നിങ്ങളത് അയാൾ പ്രായമൊക്കെ സമീപമുള്ള മന്ത്രിയാണ്, നിങ്ങളെ മാതിരല്ല. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കട പറയാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾക്ക് സിക്കാറിൽ ജയിച്ച് നിങ്ങൾ രാജസ്ഥാനിലെ സിക്കാറിൽ ജയിച്ചത് എങ്ങനെയാ? 37,438 വോട്ടാണ്, 39,462 വോട്ടാണ് 6ാം റാമിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 4,74,948 കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട്. 7,72,104 വോട്ടാണ് ആർക്ക് കിട്ടിയത്? BJP കിട്ടിയത്. 2,97,156 വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയോണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തന്നു. അതുകൊണ്ട് നിങ്ങൾ 74 MP വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി വോട്ട് അവിടെ അയാൾക്ക് വോട്ടിച്ച് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ തന്നെ 7 പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് എടുത്ത് ജയിപ്പിച്ചത് വിചാരിച്ചു. നിങ്ങളെ മനസ്സിലാക്കണ്ടേ? പിന്നെ രാഹുൽ ഗാന്ധി ഏതൊക്കെ നോക്കാൻ പറ്റും? നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ. നിങ്ങളെ കൊടി എവിടെ ഇല്ലേ? ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തുണ്ടായത്? ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാ ഞങ്ങൾ അടി മുന്തിയ ചരക്കൾ. ആ CPI-ക്കാർ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട്? നിങ്ങൾ വടകര, കണ്ണൂർ, കാസർഗോഡ് നിങ്ങളൊന്ന് ചിന്തിക്കണം. പൊന്നാനി, മലപ്പുറം ഒന്ന് ചിന്തിക്കണം. 4 മോദിയന്മാരിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തിന് ഞാൻ നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യൻ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളിക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത 2 കൂട്ടർ മന്ത്രിന്റെ ഞാൻ സ്വറ്റായിട്ട് താഴത്ത് നിങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വിചാരിച്ചു. അപ്പോൾ 2 മോദിയന്മാര് വരുന്നു. അതിനിങ്ങനെ ലിഫ്റ്റ് കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കുട്ടി ഇതൊക്കെ എന്താണൊക്കെ വാട്ട് ഹാപ്പൻസ് യു എന്ത് പറ്റി? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ എന്തൊക്കെ പറ്റിയത്? ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? നിങ്ങൾ CM ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായിരുന്നു. നിങ്ങൾ ഞങ്ങളൊക്കെ സഹായിക്കണം. ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങേക്ക് പാടും. ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങൾ ഒരു രാഷ്ട്രീയ അവനാന്റെ കാര്യം കൂടി പറയട്ടെ. ശരി, ഇതില് ഈ മന്ത്രിയോട് പറയാനേ നിങ്ങൾ പറയും കിഫിയില് 9 ഫയൽ അങ്ങേക്ക് വന്നാൽ 7 ഫയൽ അടുത്ത വർഷമാണെങ്കിൽ നിങ്ങൾ ഒപ്പിടും. 2 ഫയൽ നമ്മളതാണെങ്കിൽ നിങ്ങൾ ഒപ്പിടില്ല. എന്തൊരു പരിപാടിയാ. അതേമാതിരി പ്ലാൻ ഫണ്ട് ആ PWD ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത്? വേറൊരു പ്ലാൻ ഫണ്ട് മുഴുവൻ കൊടുക്കുക. എന്തോ പറയട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തകയായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ MSF-ഉം KS-ഉം സഖ്യം ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാ. അവിടെ മനസ്സിലാക്കണം. അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം. വെറുതെ പ്രസംഗിക്കാനൊക്കെ ഒന്ന് പറഞ്ഞത് നെഞ്ഞത്ത് വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത്, ആരാണ് കാരണക്കാർ ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം. സ്പീക്കർ സാർ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇപ്പൊ ഇതിനൊക്കെ ഒന്ന് ഇടപെടാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ട്. സ്വകാര്യ സംഭാഷണത്തെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനാപത്യത്തെ എതിർക്കുന്നു. തോറ്റാല് തോറ്റെന്ന് അംഗീകരിക്കുക. ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അതൊക്കെ പറയേണ്ട കാര്യം. നിങ്ങളൊരു കാര്യം സഹാക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം.
ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, സിദ്ധാർത്ഥന്റെ കൊലപാതകം, വിമർശനങ്ങളുള്ള അശ്രദ്ധ, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് തോൽക്കാകുന്ന പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അഞ്ച് ദിവസം കൂടുമ്പോൾ PK ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം, രാജഗോപാലൊക്കെ ഒന്ന് പറയണം. ഇതാണ് പഠിക്കേണ്ടത്. വെറുതെ പറഞ്ഞിട്ട് വോട്ടിന്റെ കണക്ക്. ഞാൻ ചോദിക്കട്ടെ, 75 കൊല്ലം ഭരിച്ച കോൺഗ്രസ് അവരങ്ങനെ ഒന്നായിട്ട് പോയി തോറ്റുപോയി, 50 സീറ്റ് പോയി, 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു. ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. സാറിന്റെ നാട്ടിലെ 2-3 സഖാക്കളാണ് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവാണ്. എന്ത് ചോദിച്ചു, ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ, പോയി കാണട്ടെയാണ്. മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. എടുത്ത് ഇവര് നന്നായിട്ട് ടൂർ പോകട്ടെ. കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ എവിടെ ഉണ്ടാകാനാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ, നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള്, നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര? തോറ്റിട്ട് 15 കൊല്ലമായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക്, ഒരു സീറ്റ് ലോക്സഭയ്ക്കുള്ള. എന്താ നിങ്ങൾ CPM മനസ്സിലാക്കി? ആ CPIന്റെ ബുദ്ധി കേൾക്കില്ലല്ലോ. കിണ്ട മുട്ടല്ലേ പിണറായിക്ക്? ഇങ്ങനെ കിണ്ട മുട്ടല്ലേ? എന്തെങ്കിലും പറയണോ? മുഖസ്തുതി അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? നവകേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങൊക്കെ ഒറ്റ സീറ്റ്. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് 20,000 വോട്ട് ചെയ്യിച്ചില്ല, ബാക്കിയൊക്കെ അവിടെ പോയില്ലേ? അതാണ് നവകേരള സദസ്. അത് ശരിയാണ്. ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും. എന്തിനാണോ? ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും. അല്ല എന്തെങ്കിലും പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എനിക്ക് ചോദിക്കട്ടെ CPMമാരോട്, നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര്? എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് വിചാരിച്ചു ഇയാൾ പാകിസ്ഥാനിലാണ് വന്നതെന്ന് ചോദിച്ച് നാടല്ലാത്ത ഉടുപ്പില്ലാത്ത ഉടുപ്പിനകത്ത് മലയാളത്തിൽ ഉടുപ്പിനൊന്നുമില്ല സർ. ഉടുപ്പിന്റെ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച ഭാഷയല്ലേ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെന്തിനാ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോ ഇങ്ങളെന്തിനാ ഈ പോരിയമാരെ പിറ്റ് പോട്? ഇങ്ങളൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും കോലിയന്മാര് അണ്ട് മുസ്ലിയാർമാര് ആരെങ്കിലും പോയപ്പോ ഓനെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ? ഇല്ല മോലിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? പൗരത്വത്തിന് പോയി മൂപ്പിന് പള്ളിക്കല കത്തി പറ്റിയ അവിടെ പോയിക്കാണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല. എന്തേ അത് കേന്ദ്രം നടപ്പാക്കണ്ടേ? നിങ്ങൾക്ക് എന്താ കഴിയാ? വെറുതെ ഞാനിങ്ങനെ പള്ളിക്കല കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിന്റെ വക്താക്കളായി പ്രസംഗിക്കുക. ഒരൊറ്റ വോട്ടിട്ടോ പൊന്നാരിയിൽ കൊണ്ടേ നിർത്തിയാലോ? എന്താ ഉണ്ടായത്? എന്നിട്ടോ നമ്മളെ ഇങ്ങനെ കണ്ണൂർക്കാരൊന്ന് മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലാ CPMന്റെ സെക്രട്ടറി ബഹുമാനായ MP ജയരാജൻ നമ്മുടെ സുഹൃത്താണ്. പക്ഷെ എന്താ ചെയ്യാ, ഈ തിരുവമ്പാടി പണ്ടത്തിലാണല്ലോ മുക്കം, അവിടെ പോയിട്ട് ഒരു മൂല്യരെ കാണാനേ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിന് നന്ദി പറയാന് ഞാൻ റൂട്ട് തെറ്റി ആ ലീഗാരനോടെ ചോദിച്ച് നമ്മളെ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി. എന്തിനാ നിങ്ങൾ ഇതൊക്കെ പോണ്? നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ്? ഈ മോനെമാരെ പിന്നെ നിങ്ങൾ നടക്കണം. എന്നാലും ഞങ്ങൾ സാധാരണ ഞങ്ങളെ കൗമിനൊക്കെ അറിയാം, നിങ്ങളെ ഈ ഏർപ്പത്താരം നിങ്ങൾ എവിടെയാ പോകാത്ത? പിന്നെ വേണമെങ്കിലും കരീം സ്ഥാനാർത്ഥി കരീം മുസ്ലിം വേറെ പണിയൊന്നും എളമരം കരീമിനാണ് പോരെ. എന്തിനാ പോയത്? തോട്ടത്ത് ഒന്ന് പറയണം. അവിടെ എല്ലാവരും ബന്ധമല്ല, മനുഷ്യരല്ല നിങ്ങള്, ഒന്നിനെ നമ്മളെ തമ്പുരാനല്ല നിങ്ങള്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ പോയിട്ട് കരീം ഇന്ന് മേൽത്ത് പോയിട്ട് എളമരം കരീം വേറെ പണിയിട്ടാണ്. ഇങ്ങോട്ടാണ് നിങ്ങൾ പാർട്ടി എന്ന് പറയുന്നത്. എവിടെ നിങ്ങൾ നന്നാകുക? നിങ്ങൾ നന്നാകണം. കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, 100 സീറ്റ് കിട്ടി, 52. നിങ്ങൾക്ക് 52 ആൾക്കാർ ഇടതുപക്ഷത്തിന് പാർലമെന്റ് ഉണ്ടായില്ലേ? ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ചത് എവിടെയാ? ഇവിടെ നമ്മൾ തമ്മിൽ ഫൈറ്റാ. ഇവിടെ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിരാളികളാണ്. നിങ്ങൾ മെലിഡിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കണ്ണ് തകരാറ് വെച്ചാൽ ഒരു പക്വതയില്ല. ഇതൊക്കെ മാതിരി പക്വത നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് അത് ഉണ്ടാകണം. നിങ്ങളെ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല, വെറുതെ കയറി കാണിക്കാം. ഒരു കമ്മിറ്റി CPMന്റെ കമ്മിറ്റി ഒക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ 72 മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി.
ഇപ്പൊ എന്താ ഇല്ലത് ചോദിച്ചത്? അത് ഗോവിന്ദ ഭാഷ റിപ്പോർട്ട് ചെയ്യും, CM ഒന്ന് റിപ്പോർട്ട് ചെയ്യും, യെസ് തലക്കുരിക്കാട് പോരും, 2 ദിവസം മീറ്റിംഗ് ആണ്, പിറ്റേന്ന് പത്രത്തിന് വൈകുന്നേരം 4 മണിക്ക് പിരിഞ്ഞു. അപ്പൊ ചർച്ചല്ല. നിങ്ങൾ റിയാലിറ്റിക്ക് വരണം. ഇങ്ങനെ പരാജയപ്പെടില്ല, നമുക്ക് സങ്കടമുണ്ട്. കുറച്ച് അത്യാവശ്യം ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. പൗതികൾ മോശം, അതന്നെ നിങ്ങൾക്കില്ല തകരാറ്. പിന്നെ കാലിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ ആ SFIനെ ഒന്ന് തലക്കൃതം, നിങ്ങൾക്ക് പരാജയം. ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ? നിങ്ങളതിനെ എല്ലാ ക്രിമിനലുകളും നിങ്ങൾ താകിടത്. പിന്നെ നിങ്ങൾ പാർട്ടിക്കുള്ള തകരാറ്. നമ്മുടെ ഒരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ച അപ്പൊ പറയും DC-നോട് ചോദിച്ചാട്ടെ, ഡിസ്ട്രിക്ട് കമ്മിറ്റി. പിന്നെ പറയും LC-നോട് ചോദിച്ചാട്ടെ. പിന്നെ ബ്രാഞ്ചിൽ നിങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ, ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി, LC. ഒരു ജനാധിപത്യല്ലേ? എല്ലാം ഓനോട്, ഓരോ പാർട്ടി മാത്രമേ ഓരോ ജനങ്ങളായിട്ട് വന്നിട്ടോ. ഈ MLA-മാരെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കട്ടെ. നമ്മൾ MLA-മാരോട് എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിമാരോട് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടെ. എന്തൊരു കഥയാണ്. കാലം മാറിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി. പാർട്ടി വേണം, പക്ഷെ അവനാണ് പാടുന്ന അധികാരം അന്തസ്സൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല. ഇപ്പൊ ശിവൻകുട്ടി മിനിസ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവിടെയൊക്കെയാണ് ജയിച്ചു പോരുന്നത്. അതൊക്കെ മനസ്സിലാക്കട്ടെ. അല്ല നിങ്ങളത് അയാൾ പ്രായമൊക്കെ സമീപമുള്ള മന്ത്രിയാണ്, നിങ്ങളെ മാതിരല്ല. നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാണ്ട് നല്ല കടകടകടാന്ന് പറയാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾക്ക് സിക്കാർ ജയിച്ച്, നിങ്ങൾ രാജസ്ഥാനിലെ സിക്കാറിൽ ജയിച്ചത് എങ്ങനെയാ? 37,438 വോട്ടാണ്, 39,462 വോട്ടാണ് 6ാം റാമിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 4,74,948 കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട്. 7,72,104 വോട്ടാണ് ആർക്ക് കിട്ടിയത്? BJP കിട്ടിയത്. 2,97,156 വോട്ട് ജയിച്ചപ്പോ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയോണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തന്നു. അതുകൊണ്ട് 74 MP വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി വോട്ട് അവിടെ അയാൾക്ക് പൊടിച്ചു പോകുന്നുണ്ടാവില്ല. നമ്മൾ തന്നെ 7 പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ, ഒരു സീറ്റ് എടുത്ത് ജയിപ്പിച്ചെന്ന് വിചാരിച്ചു. നിങ്ങളെ മനസ്സിലാക്കണ്ടേ? പിന്നെ രാഹുൽ ഗാന്ധി ഏതൊക്കെ നിങ്ങൾ വെക്കാൻ പറ്റും? നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ. നിങ്ങളെ കൊടി എവിടെ ഇല്ലേ? ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് എന്തുണ്ടായത്? ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാ ഞങ്ങൾ അടി മുന്തിയ ചരക്കൾ ആ CPI-ക്കാർ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ വടകര, കണ്ണൂർ, കാസർഗോഡ് നിങ്ങളൊന്ന് ചിന്തിക്കണം. പൊന്നാനി, മലപ്പുറം ഒന്ന് ചിന്തിക്കണം. 4 മൂല്യമാരിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തിന് ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യർ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളീക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത 2 കൂട്ടർ മന്ത്രിന്റെ ആവശ്യം. ഞാൻ സ്വച്ഛമായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മൂല്യന്മാർ വരുന്നത് അതിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രിന്റെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കിട്ടിയതൊക്കെ എന്താണൊക്കെ വാട്ട് ഹാപ്പൻസ് യു എന്ത് പറ്റി? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തൊക്കെ പറ്റിയത്? ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? നിങ്ങൾ CM ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി തോന്നി. നിങ്ങൾ ഞങ്ങളൊക്കെ സഹായിക്കണം. ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങേക്കും പാടും. ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങൾ ഒരു രാഷ്ട്രീയ അവരുടെ കാര്യം കൂടി പറയട്ടെ. ശരി, ഇതില് ഈ മന്ത്രിയോട് പറയാനേ നിങ്ങൾ പറയും കിഫിയില് 9 ഫയല് അങ്ങേക്ക് വന്നാൽ 7 ഫയല് ഇടത് വർഷമാണെങ്കിൽ നിങ്ങൾ ഒപ്പിടും, 2 ഫയല് നമ്മളതാണെങ്കിൽ നിങ്ങൾ ഒപ്പിടൂല. എന്തൊരു പരിപാടിയാ! അതേമാതിരി ഫ്ലാൻ ഫണ്ട് ആ PWD ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത്? വേറൊരു പ്ലാൻ വേണ്ട മുഴുവൻ അവിടേക്ക്. എന്തോ പറയട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തകയായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ MSF-ഉം KS-ഉം സെക്യൂർ ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാ. അത് മനസ്സിലാക്കണം. അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം. വെറുതെ പ്രസംഗിക്കാനൊക്കെ ഒന്ന് പറഞ്ഞത് നെഞ്ഞത്ത് വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത്, ആരാണ് കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം. സ്പീക്കർ സാർ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇപ്പൊ ഇതിനൊക്കെ ഒന്ന് ഇടപെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനാപത്യത്തെ എതിർക്കുന്നു.